പൈത്തൺ ബേസിക് 3. ഈ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത്: 1. ടെമ്പറേച്ചർ ഫാരൻഹൈറ്റിലേക്ക് മാറ്റുന്ന പ്രോഗ്രാം. 2. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ പ്രോഗ്രാം. 3. ഏരിയ ഓഫ് ട്രയാങ്കിൾ പ്രോഗ്രാമും ഇമ്പോർട്ട് മാത്ത് ഫയലിന്റെ ഉപയോഗവും. ഒന്ന്, ടെമ്പറേച്ചർ ഫാരൻഹൈറ്റിലേക്ക് മാറ്റുന്ന പ്രോഗ്രാം. ജിഎഡിറ്റ് വിൻഡോയിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സെൽഷ്യസ് ആയി നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ വാല്യൂ ഫാരൻഹൈറ്റിലേക്ക് മാറ്റാനുള്ള പ്രോഗ്രാമാണ്. ഇവിടെ സി എന്ന വേരിയബിളിൽ നമ്മൾ സെൽഷ്യസിൽ കൊടുക്കുന്ന ടെമ്പറേച്ചർ വാല്യൂ സ്റ്റോർ ചെയ്യുകയാണ്. ഇൻഡിജറായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. തുടർന്ന് നോക്കൂ, ടെം എന്ന വേരിയബിളിൽ നേരത്തെ കൊടുത്ത സെൽഷ്യസ് വാല്യൂവിനെ 9/5 കൊണ്ട് ഗുണിക്കുന്നു. ആ ഗുണിച്ച സംഖ്യയുടെ കൂടെ 32 എന്ന കോൺസ്റ്റന്റ് വാല്യൂ കൂട്ടുന്നു. അതോടെ നിങ്ങൾ കൊടുത്ത സെൽഷ്യസ് വാല്യൂ ഫാരൻഹൈറ്റിലേക്ക് മാറി. ടെമ്മിലെ ആ വാല്യൂ ആണ് ഇവിടെ പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് റൺ ചെയ്ത് നോക്കാം. അതിനായി പ്രോഗ്രാം ലൊക്കേഷനിലേക്ക് ചേഞ്ച് ചെയ്തു. തുടർന്ന് കമ്പൈൽ ചെയ്തു Python 3 tem.py. ഓക്കെ, റിസൾട്ട് നോക്കൂ. നമ്മൾ കൊടുത്ത 20 എന്ന സെൽഷ്യസ് വാല്യൂ 68 എന്ന ഫാരൻഹൈറ്റ് ആയി മാറി. നിങ്ങൾക്ക് ഈ കൊച്ചു പ്രോഗ്രാം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് പോകാം. 2. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ പ്രോഗ്രാം. ഈ പ്രോഗ്രാം കണ്ടാൽ നമുക്ക് എളുപ്പം മനസ്സിലാകും. നമ്മൾ ക്ലാസ് 2 ചെയ്ത പ്രോഗ്രാമിന്റെ അഡ്വാൻസ്ഡ് പ്രോഗ്രാമാണിത്. നോക്കൂ, n1 n2 എന്നീ വേരിയബിളിൽ 2 വാല്യൂ ഇൻപുട്ട് ചെയ്യുന്നു. ഇനി s എന്ന വേരിയബിളിൽ അത് രണ്ടും കൂട്ടി തുക സ്റ്റോർ ചെയ്യുന്നു. അടുത്തത് ഡിഫ് എന്ന വേരിയബിളിൽ n1ൽ നിന്നും n2 കുറച്ച് കിട്ടുന്ന വ്യത്യാസമാണ് സ്റ്റോർ ചെയ്യുന്നത്. n1നെ n2 കൊണ്ട് ഗുണിച്ച് ആ തുക പ്രോയിൽ സ്റ്റോർ ചെയ്യുന്നു. n1നെ n2 കൊണ്ട് ഹരിച്ച് ആ തുകയാണ് ഡിവിൽ സ്റ്റോർ ചെയ്യുന്നത്. n1നെ n2 കൊണ്ട് മോഡ് കാണാനാണ് ഈ സംവിധാനം. ഇതാ ഒടുവിൽ അവ ഓരോന്നും പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, 3. ഏരിയ ഓഫ് ട്രയാങ്കിൾ പ്രോഗ്രാമും ഇമ്പോർട്ട് മാത്ത് ഫയലിന്റെ ഉപയോഗവും. എന്താണ് ഇമ്പോർട്ട് കീവേഡിന്റെയും മാത്ത് ഫയലിന്റെയും ഉപയോഗം? നോക്കൂ, പൈത്തണിൽ സാധാരണ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യാൻ ആരുടെയും പ്രത്യേക സഹായം വേണ്ടെന്ന് നമ്മൾ മുകളിലെ രണ്ടാമത്തെ പ്രോഗ്രാമിൽ മനസ്സിലാക്കി. എന്നാൽ ചില അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്കൽ പ്രോസസ്സിംഗ് നടത്താൻ ചില പ്രത്യേക പ്രോഗ്രാമിംഗ് ഫയലുകളുടെ അഥവാ മൊഡ്യൂളുകളുടെ സഹായം പൈത്തൺ ആവശ്യമാണ്. അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷനായ മിൻ, മാക്സ്, സ്ക്വയർ റൂട്ട് തുടങ്ങിയ ഓപ്പറേഷനുകളൊക്കെ നമുക്ക് മാത്ത് വിളിച്ച് ചെയ്യാം. അങ്ങനെ വിളിക്കാനുള്ള കീവേഡാണ് ഇമ്പോർട്ട്. കൂടുതൽ അറിയാൻ നമുക്ക് പ്രോഗ്രാമിലേക്ക് പോകാം. ഇതാ ഈ ത്രികോണത്തിന്റെ വിസ്തീർണം കാണാനുള്ള പ്രോഗ്രാം നോക്കൂ. കമന്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമ്മളത് മുകളിൽ കാണിച്ചിട്ടുണ്ട്. ഇമ്പോർട്ട് സ്പേസ് മാത്ത്, ഈ ഹെഡർ ഫയൽ ശ്രദ്ധിക്കൂ. ഇവിടെ മാത്ത് ഫയലിനകത്തുള്ള ഒരു ഫംഗ്ഷനാണ് sqrt ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ കോൾ ചെയ്യാനാണ് നമ്മൾ മാത്ത് ഫയലിനെ മുകളിൽ ഇമ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇതാ ഈ ബ്രാക്കറ്റിലുള്ള വാല്യൂവിന്റെ സ്ക്വയർ റൂട്ട് നമുക്ക് ലഭ്യമാകും. ഇനി s1 വേരിയബിളിൽ ഫ്ലോട്ടായി ത്രികോണത്തിന്റെ ആദ്യത്തെ സൈഡും s2ൽ രണ്ടാമത്തെ സൈഡും s3ൽ മൂന്നാമത്തെ സൈഡും സ്റ്റോർ ചെയ്യും. ഈ വാല്യൂ കൂട്ടിക്കിട്ടുന്ന സംഖ്യയെ പകുതിയാക്കാനാണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അത് ടിയിലേക്ക് സ്റ്റോർ ചെയ്തു. ആ ടി കൊണ്ട് ഇവിടെ ഗുണിക്കുകയും ഓരോ സൈഡും ആ ടിയിൽ നിന്നും ഇവിടെ കുറക്കുകയും ചെയ്തു. അതാണ്
ഏരിയയിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, പ്രിന്റ് ചെയ്യുമ്പോൾ ഡാറ്റ ടൈപ്പ് ഫ്ലോട്ട് ആയതുകൊണ്ട് അതിനൊരു വാല് പോലെ ഡെസിമൽ പ്ലേസ് പ്രിന്റ് ചെയ്തു വരുന്നത് കാണാം. അതിൽ നിന്നും ഡെസിമൽ പ്ലേസിലെ ഡോട്ടിന് ശേഷം 2 ഡിജിറ്റ് മാത്രം പ്രിന്റ് ചെയ്ത് കാണിക്കാനാണ് ഈ ട്രിക്ക്. %0.2f. ഇനി നമ്മൾക്ക് ഡെസിമലിന് ശേഷം 3 ഡിജിറ്റ് വേണമെങ്കിൽ %03f എന്ന് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇതാ, ഫസ്റ്റ് സൈഡ് 3ഉം സെക്കൻഡ് സൈഡ് 4ഉം തേർഡ് സൈഡ് 5ഉം നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുത്തു. ഇതാ, അതിന്റെ ഔട്ട്പുട്ട് 6 എന്ന് കിട്ടി. ഓക്കെ, ഇനി കാൽക്ക് ഷീറ്റിൽ നമുക്ക് ഈ പ്രോഗ്രാമിന്റെ പ്രവർത്തനം ഒന്നുകൂടി നമുക്ക് വ്യക്തമാക്കാം. അപ്പോൾ എങ്ങനെ ഒരു ത്രികോണത്തിന്റെ ഏരിയ കാണാമെന്നും പൈത്തൺ ഉപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, നിങ്ങൾക്ക് ഈ പ്രോഗ്രാം എല്ലാം കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.